അപ്പോൾ RSS ശാഖയിലുള്ള ഭാരതമാതാവ് ദേശീയ പതാക ഏന്തിയതല്ല, പകരം കാവിക്കൊടി ഏന്തിയതാണ് എന്നുള്ള ഉത്തരം ജോമോൻ ചക്കാലക്കലിന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ആ ഉത്തരം പറഞ്ഞാൽ അപ്പോൾ രാജ്ഭവനിൽ വന്ന ചോയ്സ് എന്തുകൊണ്ട് കാവിക്കൊടി കയ്യിലുള്ളതായി പോയി എന്നതിന് കൂടി ഉത്തരമാകും. അത് അവർക്ക് പറയാനാകുമോ? അതെ, അതിൽ നിന്ന് പലതവണ താങ്കൾ ചോദ്യം ചോദിക്കുമ്പോൾ അധികം തെന്നിമാറി നേരെ പോകുന്നത് ഇസ്രായേലിലേക്കും പാകിസ്ഥാനിലേക്കാണ്. തെമ്മാടി രാജ്യത്തെ തെമ്മാടി രാജ്യമെന്നും തോന്നിവാസം കാണിക്കുന്ന രാജ്യത്തെ ഭീകര രാജ്യമെന്നും എല്ലാം അതാത് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ മുന്നിലുള്ള വിഷയം ആ വിഷയം RSSന്റെ അജണ്ട കൃത്യമായി ഗവർണറിലൂടെ നടപ്പാക്കുന്നു. അതിനുവേണ്ടി കുട്ടികളെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കുട്ടികളല്ല, പാകിസ്ഥാനെതിരെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ആർക്കാണ് ഭയം? അല്ല ഇപ്പോൾ പാകിസ്ഥാനെതിരെ പറയണമെന്ന് പറയുന്നു. നിങ്ങളുടെ ഭാരതത്തെ കൊണ്ടുവച്ചിട്ടില്ല. ഇന്ത്യയുടെ ആര് പറഞ്ഞു? അരുൺകുമാറെ ആര് പറഞ്ഞു? കുട്ടികളിൽ വരെ വർഗീയത കുത്തിവെച്ച് RSSന്റെ അജണ്ട നടപ്പാക്കാൻ. അല്ല, താങ്കൾ എന്താ ഈ പറയണേ? അല്ല യഥാർത്ഥ സബ്ജക്റ്റിൽ നിന്നും താങ്കൾ അവസാനിപ്പിക്കുക. താങ്കളൊക്കെ തുടരുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ അവസാനിപ്പിക്കരുത്. കാരണം BJPക്ക് വേണമല്ലോ. അപ്പൊ ഞങ്ങൾ സൂചിപ്പിച്ചത് RSSന്റെ അജണ്ട വിദ്യാർത്ഥികളിൽ കുത്തിയിറക്കാൻ BJP ഇതര സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് നടപ്പാക്കാൻ ഇത്തരത്തിൽ ഗവർണർമാർ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നു. കാരണം കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ പോലും ഇല്ലല്ലോ. ഇപ്പൊ തിരിച്ച് മറച്ചും ചോദിക്കുന്നു. ഭഗത് ജോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കയ്യിൽ കാവിക്കൊടി പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ അഖണ്ഡ ഭാരതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും യാതൊരുവിധ എക്സ്പ്ലനേഷനും ഇല്ലാതെ സ്വകാര്യ പരിപാടിയാണ് ഇത് എന്ന രൂപത്തിൽ വരെ ചിത്രീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും കേരളത്തിൽ അങ്ങ് കൃത്യമായിട്ട് വാഴില്ല. കാരണം ഇത് കേരളമാണ്. ഇത്തരത്തിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള മണ്ണിൽ RSSനെ ശരിക്കും പുകച്ച് പുറത്തു ചാടിച്ച് ഒരു തരത്തിലും രാഷ്ട്രീയ ഉയർച്ചയില്ലാതെ തടഞ്ഞു നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഓരോ അജണ്ടയും ചെറുത്തു തോൽപ്പിക്കും. ഒരു സംശയമില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഈ നാട്ടിൽ ഉയർന്നു വരും. ഒരു സംശയം വേണ്ട അതിൽ. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പ്രൊഫസർ റോണി K. ബേബി, ജോമോൻ ചക്കാലക്കൽ.